പോലീസ് തന്നെ പറയുന്നു. ഗോവിന്ദചാമി പിടിയിൽ എന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നു. എന്തായാലും ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗോവിന്ദചാമിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. ജയിൽ ചാടി അധികം ദൂരേക്ക് പോകാൻ ഗോവിന്ദചാമി കഴിഞ്ഞില്ല. അപ്പോഴേക്കും രാവിലെ വെളിച്ചം വീണിരുന്ന സമയമെത്തിയിരുന്നു. ആളുകളൊക്കെ കൂടിയാണ് അയാൾ അടുത്തുള്ള ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറിയത്. ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് എവിടെയോ ഒളിച്ചു നിൽക്കുകയായിരുന്നു ഗോവിന്ദചാമി. എന്തായാലും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ വാർത്തയാണ്. കേരളം ഞെട്ടലോടുകൂടിയാണ് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടത്. കൊടും കുറ്റവാളിയായ ലൈംഗിക വൈകൃതമുള്ള ഒരാൾ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ വലിയ ഒരു കുറ്റകൃത്യം ചെയ്ത് ആ തരത്തിലേക്കൊരു കുറ്റവാസനയുള്ള മനുഷ്യനാണ് ജയിൽ ചാടിയത്. അതും കണ്ണൂർ ജയിലിൻ്റെ അതിസുരക്ഷാ മതിലുകളൊക്കെ ചാടിയാണ് പുറത്തു വന്നത് എന്ന് ആലോചിക്കണം. ആദ്യം ഒരു മതിൽ ചാടി, അതിനുശേഷം 7 മീറ്ററോളം ഉയരമുള്ള മതിൽ, അതിന് മുകളിൽ 1.5 മീറ്ററോളം ഉയരമുള്ള വൈദ്യുതി കമ്പിയാണ് ഉണ്ടായിരുന്നത്. ഈ വൈദ്യുതി കമ്പിയിൽ ആ സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചാടാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഈ 7 മീറ്റർ ദൂരം ഒരു ഏതോ കമ്പ് കുത്തിവെച്ചാണ് അവിടേക്ക് വലിഞ്ഞു കയറിയത് എന്നൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ തന്നെയാണോ കയറിയത് അതൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം അതിന് മുകളിൽ നിന്ന് തുണി തൻ്റെ പുതപ്പ് കെട്ടി ഒരു ചുരുട്ടി ഒരു വടം പോലെയാക്കി ആ പുതപ്പ് കെട്ടി അതുവഴിയാണ് താഴേക്ക് ചാടിയത്. ഇതെല്ലാം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായും ഈ സമയത്ത് കറണ്ട് അവിടെ ഉണ്ടാവില്ല എന്നത് എങ്ങനെയാണ് ഉറപ്പ് കിട്ടിയത് എന്നുള്ള വിഷയത്തിൽ സംശയങ്ങളുണ്ട്. എവിടെ നിന്നൊക്കെയോ സഹായം ഗോവിന്ദചാമിക്ക് കിട്ടിയോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ 7 മീറ്റർ ഉയരത്തിൽ കയറി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മതിലിന് പുറത്ത് കറണ്ട് പോകുന്ന കമ്പിയാണ്. എന്തായാലും കിരൺ, ആശ്വാസകരമായ വാർത്തയാണ്. ഗോവിന്ദചാമി പിടിയിലായി. അധികം ദൂരം സഞ്ചരിക്കാൻ ഗോവിന്ദസ്വാമിക്ക് കഴിഞ്ഞില്ല. ജയിൽ ചാടിയത് പുലർച്ചെയായിരുന്നു. കുറച്ചു സമയം മുമ്പ് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു ഗോവിന്ദചാമിയെ കണ്ടെന്ന്. ആളുകളെ കണ്ടപ്പോൾ മതിൽ ചാടി ഓടാൻ ശ്രമിച്ചു. ഗോവിന്ദചാമി പിടിയിലായി എന്ന കാര്യം സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അങ്ങനെ കൊടും കുറ്റവാളി പിടിയിലായിരിക്കുകയാണ്. സംസ്ഥാനം ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു, ആശങ്കയുടെ മുൾമുനയിലായിരുന്നു. ഗോവിന്ദചാമി എന്ന കൊടും കുറ്റവാളി ജയിൽ ചാടി. ഗോവിന്ദചാമിയുടെ പഴയ രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയക്കേണ്ടയാളായിരുന്നു ഗോവിന്ദചാമി. എന്തായാലും ജയിലിൽ നിന്നുള്ള സഹായം ഗോവിന്ദചാമിക്ക് കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ മറ്റ് കാരണങ്ങൾ, ജയിൽ സിസ്റ്റം ഏത് രീതിയിലാണ് തകരാറിലായത് എന്നുള്ള കാര്യം, ജയിൽ വകുപ്പിന്റെ അനാസ്ഥ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാലും പോലീസിന് ആശ്വാസമായിരിക്കുകയാണ്. ഗോവിന്ദസ്വാമി പോലീസിന്റെ പിടിയിലായി. പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദസ്വാമി അല്പസമയം മുമ്പാണ് പോലീസിന്റെ പിടിയിലായത്. കിരൺ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞ വിവരങ്ങൾ കൃത്യമായിരിക്കുകയാണല്ലോ ഇപ്പോൾ? അതെ, ദൃക്സാക്ഷികളുടെ വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും കൃത്യമായിരിക്കുന്നത്. ആളുകൾ ഈ സമയം രാവിലെ 1:20 ചാടിയത്. പിന്നീട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നത് 4:20 6 മണിക്കും ഇടയ്ക്കാണ് ചാടിയതെന്നാണ്. എന്തായാലും വെളിച്ചം വീണ ശേഷമാണ് ഗോവിന്ദചാമിക്ക് ജയിൽ വളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ്. അവിടെ നിന്ന് അധിക ദൂരമൊന്നും പോയിരുന്നില്ല. ജയിലിന്റെ അവസാന മതിൽ ചാടി അധിക ദൂരം പോകാൻ ഗോവിന്ദചാമി കഴിഞ്ഞിരുന്നില്ല. അവിടെ റോഡിലൂടെ നേരെ റെയിൽവേ സ്റ്റേഷനും കണ്ണൂരിലെ ബസ് സ്റ്റാൻഡും ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലത്തേക്കായിരുന്നു യാത്ര. DCC ഓഫീസിന് മുന്നിലൂടെയുള്ള ആ വഴിയിലൂടെയായിരുന്നു ഗോവിന്ദചാമി പോയതായിട്ടാണ് ഈ പോലീസ് നായ പിന്തുടർന്ന് എത്തിയത്. അതിനുശേഷമാണ് ആളുകൾ ആ വഴിയിൽ വെച്ച് തന്നെയാണ് ഗോവിന്ദചാമിയെ കണ്ടത്. ഗോവിന്ദചാമിയെ കണ്ട് ചിലർക്കൊക്കെ ചില സംശയങ്ങൾ